ഹേ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ സത്യനെ തട്ടിക്കൊണ്ടു പോവുകയാണ് കേട്ടോ. 2-3 ആൾക്കാർ ചേർന്നിട്ട് ആ ഡോക്ടറും അതേപോലെ തന്നെ ഡോക്ടറുടെ കൂടെ വന്ന ആ ഒരു ലേഡിയും എല്ലാവരും കൂടിയാണ് ഇതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെയും സത്യനും ഇന്ദുവും തമ്മിലുള്ള വിവാഹം മുടക്കുകയും സുശീലയ്ക്ക് ഇട്ട് ഒരു പണി കൊടുക്കുകയാണ് ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് എന്തായാലും സച്ചി സാർ ഈ വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന് മനസ്സിലായതോടു കൂടിയാണ് സത്യനെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ സത്യനാണെങ്കിലോ അവസാന നിമിഷം ഒരു സ്വയം തീരുമാനം എടുക്കാൻ വഴിയാതെ നമ്മുടെ ചീരുവിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇന്ദുവിന്റെ അടുത്ത് പോയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാനായിരുന്നു. അങ്ങനെ സത്യനും ചീരുവും കൂടി രാത്രി സംസാരിക്കുന്നത് കണ്ട വിനയൻ ഇത്രയും റിസ്ക് എടുത്ത് സത്യൻ എന്തായിരിക്കും ചീരുവിനോട് സംസാരിക്കുന്നത്, ഇത്രയും റിസ്ക് എടുക്കാൻ എന്തായിരിക്കും കാരണം, സത്യൻ ചീരുവിനെ ആരുടെ അടുത്തേക്കാണ് പറഞ്ഞു വിട്ടത് എന്നൊക്കെ ചിന്തിക്കുകയാണ്. സത്യൻ എന്തായിരിക്കും പറഞ്ഞതെന്ന് അറിയണം വിനയന്. അത് സത്യനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാന്നാണ് വിനയൻ തീരുമാനിക്കുന്നത്. മാത്രമല്ല സത്യന്റെയും ചീരുവിന്റെയും കാര്യത്തിൽ തനിക്ക് യാതൊരു സംശയവും ഇല്ലെന്നും താൻ പണ്ടത്തെ പോലെ ഒരു സംശയരോഗി അല്ലെന്നും അവരെ ബോധ്യപ്പെടുത്തുക എന്നതുകൂടിയാണ് വിനയൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി സത്യന്റെ അടുത്തേക്ക് പോവാൻ നിൽക്കുകയാണ്. എന്തായാലും വിനയൻ ആള് മാറിയിട്ടുണ്ട്. കാരണം സത്യനെയും ചീരുവിനെയും ഒരുമിച്ച് കണ്ടിട്ട് കൂടി വിനയന്റെ മനസ്സിൽ മറ്റൊരു സംശയവും ഇല്ല. സത്യൻ എന്തോ അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ് ഇത്രയും റിസ്ക് എടുത്തത് എന്നുള്ള കാര്യമാണ് അവിടെ വിനയൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അങ്ങനെ സത്യന്റെ അടുത്തേക്ക് പോയി കാര്യം ചോദിക്കാൻ നിൽക്കുന്ന സമയം കൊണ്ടാണ് 2-3 ഗുണ്ടകൾ വന്നിട്ട് നമ്മുടെ സത്യനെ തട്ടിക്കൊണ്ടുപോകുന്നത് വിനയൻ കണ്ടത്. ഇതേ സമയത്ത് വിനയനെ റൂമിൽ കാണാതെ വിനയൻ എവിടെ പോയി എന്ന് അറിയാതെ നമ്മുടെ രഘുവും ദാസ് സാറും എല്ലാവരും കൂടെ പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. ആ സമയത്താണ് വിനയൻ അങ്ങോട്ട് ഓടി വരുന്നത്. എന്താ വിനയ, എന്താന്ന് ചോദിച്ചപ്പോഴേക്ക് ഇതേ സത്യനെ 2-3 പേര് ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. നീ എന്തൊക്കെയായി പറയുന്നേ? അതെ, ഞാൻ അവരുടെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ അവര് പെട്ടെന്ന് തന്നെ പോയി എന്ന് പറയാം കേട്ടോ. സത്യമാണോ വിനയ നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, അവർ അധിക ദൂരം ഒന്നും എത്തിയിട്ടില്ല, ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ എന്ന് പറയാം. അങ്ങനെ ഇവരെല്ലാവരും കൂടി വണ്ടി എടുത്തിട്ട് അവരുടെ പിറകെ പോകാൻ നോക്കുക. അപ്പം തന്നെ ആ വണ്ടി കണ്ടു കേട്ടോ. സത്യനെ കയറ്റി കൊണ്ടുവന്ന് നിർത്തടാന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പിറകെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രഘുവേട്ടൻ മാസമായിട്ട് വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് ഗുണ്ടകൾക്കൊക്കെ നല്ല ഇടിവെച്ച് കൊടുക്കുകയാണ്, വിനയനും കൂടി. അങ്ങനെ സത്യനെ അതിസാഹസികമായിട്ട് തന്നെ രക്ഷിച്ച് തിരികെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഡോക്ടറുടെയും കൂട്ടാളികളുടെയും പദ്ധതി എല്ലാം അവിടെ പൊളിച്ചു കളയാണ് കേട്ടോ. ഇതേ സമയം സത്യൻ പറഞ്ഞേൽപ്പിച്ചത് പ്രകാരം നമ്മുടെ ചീരു പോയിങ്ങാട്ട് സംസാരിക്കുകയാണ് ഇന്ദുവിന്റെ അടുത്ത്. മറ്റൊന്നും അല്ല, ഈ വിവാഹം ഒരിക്കലും തനിക്ക് യോജിച്ചതല്ലെന്നും തനിക്ക് ഇതെല്ലാം എന്തോ തന്റെ തലയിൽ കെട്ടിവെച്ചതായിട്ടാണ് തോന്നുന്നതെന്നും ആ ഡോക്ടറുമായിട്ടുള്ള വിവാഹം തന്നെയാണ് ഇന്ദുവിന് നല്ലതെന്നും ഈ വിവാഹത്തിൽ നിന്ന് ഒഴിയാൻ തനിക്ക് ഒരു വിരോധവും ഇല്ലെന്നുമാണ് സത്യൻ ചീരുവിനോട് പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചീരു നമ്മുടെ ഇന്ദുവിനോടും പറയാണ്. ഇന്ദുവിനും കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ ഇനി എന്ത് തീരുമാനം എടുക്കണമെങ്കിലും അത് എന്താ പറയാ, നീയും വീട്ടുകാരും കൂടി ആലോചിച്ച് ചെയ്യാനൊക്കെയാണ് ചിലങ്ക പറയുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും അവരുടെ വീട്ടുകാരും ഇങ്ങനൊരു തീരുമാനത്തിലായിരുന്നല്ലോ നിന്നത്. സത്യൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ പണ്ട് ഉറപ്പിച്ചിരുന്ന ആ ഡോക്ടറുമായിട്ട് തന്നെ ഇന്ദുവിന്റെ വിവാഹം നടത്താൻ തന്നെയാണ് സച്ചി സാറും കുടുംബവും തീരുമാനിച്ചിരുന്നത്. സുശീലയുടെ കുടുംബത്തിലേക്ക് ഈ ഒരു പെണ്ണിനെ കൊടുത്തു വിടാൻ കുടുംബത്തിൽ ആർക്കും തന്നെ താല്പര്യം ഇല്ല എന്നുള്ളൊരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ സച്ചി സാർക്കും അത് ബോധ്യപ്പെട്ടിരുന്നു. സുശീല അത്രമാത്രം അഹങ്കാരിയായിട്ടാണ് ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ സുശീലയുടെ വീട്ടിലേക്ക് തന്റെ മകളെ പറഞ്ഞയക്കാൻ സച്ചി സാറിന് ഇപ്പൊ ഒരു താല്പര്യവും ഇല്ല. മാത്രമല്ല സുശീലയ്ക്കാണെങ്കിലോ ഈ ബന്ധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇത്രയും അഹങ്കാരം. ഇനിയിപ്പോ ഇന്ദു അവരുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുകൂടി സച്ചി സാറ് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ബന്ധുക്കളെയും വെറുപ്പിച്ചുകൊണ്ട് ഇന്ദുവിനെ സത്യനെ വിവാഹം ചെയ്തു കൊടുക്കാൻ എന്തായാലും കുടുംബത്തിൽ ആർക്കും തന്നെ താല്പര്യമില്ല. അങ്ങനെ ഇന്ദുവിനാണെങ്കിലോ ആ ഡോക്ടർ പയ്യനോട് ഇപ്പോഴും ഒരു ചായവുണ്ട്. എന്തായാലും വർഷങ്ങൾക്ക് മുന്നേ കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നതാണല്ലോ. അന്നോട്ട് ആ പയ്യനെ ആയിരിക്കും മനസ്സിൽ. പെട്ടെന്നൊരു വിവാഹം തെറ്റിദ്ധാരണ മൂലം അതോ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് സുശീലയാണ് താനും. അതുകൊണ്ടുകൂടി എന്തായാലും സത്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ദു വീട്ടുകാരോട് ആയിട്ട് സംസാരിക്കുകയാണ്. അതോടുകൂടി ഗോകുലിന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ സന്തോഷമാവുകയാണ്. എന്തായാലും തങ്ങൾ ആദ്യം വിചാരിച്ച പോലെ തന്നെ ആ പയ്യനുമായിട്ടുള്ള വിവാഹം നടത്താം. സത്യന് വിഷമമാവുന്ന കരുതിയിട്ടാണല്ലോ എന്താ പറയാ ഇത്രയും നേരം നമ്മൾ ഈ സുശീലയുടെ സ്വഭാവം എല്ലാം സഹിച്ചുകൊണ്ട് നിന്നിരുന്നത്. ഇനിയിപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം സത്യൻ തന്നെയാണ് വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷമാവാണ്. എന്തായാലും ഇക്കാര്യം സുശീലയെ ഇപ്പൊ അറിയിക്കണ്ട. മുഹൂർത്തത്തിന് മുന്നേ മാത്രം സുശീല ഇത് അറിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ സുശീല വലിയ പ്രശ്നമായിരിക്കും ഉണ്ടാക്കുക എന്ന് എല്ലാവരും കൂടി മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ
കല്യാണത്തിന്റെ ആ ഒരു ദിവസം വന്നെത്തുകയാണ്. എല്ലാവരും പന്തലിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. സത്യനും റെഡി ആയിട്ടുണ്ട്. കാരണം സുശീല അറിയാലോ, സുശീല ബഹളം വെക്കുമല്ലോ. അങ്ങനെ സുശീലയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് സത്യനും ഒരു മണവാളിന്റെ വേഷത്തിൽ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ മണ്ഡപത്തിൽ ഇന്ദുവിന്റെ സമീപം തന്നെ നിൽക്കുകയാണ് നമ്മുടെ സത്യനും കേട്ടോ. സുശീലയാണെങ്കിലോ സച്ചി സാറിന്റെ ബന്ധുവാൻ പോവുകയാണ്. താൻ ഇനി എന്താ പറയാ, സച്ചി സാറിനെക്കാളും വലിയ കോടീശ്വരിയാണെന്നുള്ള ഭാവത്തിലാണ് സുശീല നിൽക്കുന്നത് കേട്ടോ. സുശീലയുടെ അഹങ്കാരത്തിന് തെല്ല് കോട്ടം പോലും ഇല്ല. അങ്ങനെ ആ മണ്ഡപത്തിൽ സത്യൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് സത്യൻ അവിടുന്ന് എല്ലാവരോടും കേൾക്കെ വിളിച്ച് പറയുകയാണ്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെ ഒരു വിവാഹം, എൻ്റെയും ഇന്ദുവിൻ്റെയും വിവാഹം കൂടാനാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ ഒരു കാര്യം ചെയ്യുകയാണ്. നിങ്ങൾ ആരും എന്നോട് പരിഭവിക്കുകയോ എന്നോട് വിഷമം തോന്നുകയോ ചെയ്യരുത്. പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. സച്ചി സാറിന്റെ മകളായ ഇന്ദുവിന്റെയും ഈ ഡോക്ടറുടെയും ഇവിടെ വന്ന ഡോക്ടറുടെയും വിവാഹമായിരുന്നു ആദ്യം ഉറപ്പിച്ചിരുന്നത്. എൻ്റെ അമ്മ മൂലം ഉള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമാണ് ആ കല്യാണം അന്ന് നടക്കാതെ പോയത്. പിന്നീടാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് എൻ്റെയും ഇന്ദുവിൻ്റെയും വിവാഹം ഉറപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹമായിട്ട് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ എനിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ദുവിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ളത് ആ ഡോക്ടർ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ മനസ്സോടെ ഞാൻ ഈ വിവാഹത്തിൽ നിന്നും പിൻവാങ്ങുകയാണെന്ന് സത്യൻ അവിടെ എല്ലാവരും കേൾക്കെ ആ ഒരു മണ്ഡപത്തിൽ വെച്ച് പറയുകയാണ് കേട്ടോ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു തീരുമാനം സത്യനെടുത്തത്. ഇവൻ എന്തൊക്കെയായി പറയുന്നതെന്ന് സുശീല പിറകിലായിരുന്നു കേട്ടോ സ്റ്റേജിന്റെ. അവിടെ വെച്ച് ഞാൻ ഇവൻ എന്തൊക്കെയായി വിളിച്ച് പറയുന്നതെന്നൊക്കെ പറഞ്ഞാൽ സുശീലയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. എടാ സത്യ, നീ എന്തൊക്കെയായി വിളിച്ച് പറയുന്നേ? ഇവിടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതേ നീ എൻ്റെ മകനായ സത്യന്റെയും സച്ചി സാറിന്റെ മകളായ ഇന്ദുവിന്റെയാണ്, അല്ലാതെ ആ ഡോക്ടറിന്റെ ഇന്ദുവിന്റെയും അല്ല എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ബഹളം വെക്കാൻ കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ഡോക്ടർ കല്യാണ വേഷത്തിൽ എന്താ പറയാ മണ്ഡപത്തിലേക്ക് വരികയാണ്. അങ്ങനെ സുശീലയുടെ വാക്കിനൊന്നും ഒരു പുല്ല് വിലയും കൊടുക്കാതെ നമ്മുടെ സത്യന്റെ അനുഗ്രഹ ആശീർവാദത്തോടു കൂടി തന്നെ ആ ഡോക്ടർ പയ്യൻ ഇന്ദുവിന്റെ കഴുത്തിൽ താലി ചാർത്തുകയാണ് കേട്ടോ. ആ ഒരു രംഗം കണ്ടു നിൽക്കാനാവാതെ സുശീല അന്തം വിട്ട് പോവുകയാണ്. എന്തായാലും സുശീല ആകെ നാണം കെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്രയും നാള് നമ്മുടെ അനന്തമാഷിനെയും കുടുംബത്തിനും എതിരെ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും അവരെ എത്രമാത്രം നാണം കെടുത്തിയോ അതിനേക്കാളൊക്കെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും നോക്കി നിൽക്കെ സുശീലക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ഈ ഒരു വിവാഹം കേട്ടോ. എന്തായാലും രവികുമാറും ഒരു വശത്ത് സന്തോഷത്തിൽ തിമിർത്തിരിക്കുകയാണ്. കാരണം സുശീലയ്ക്ക് ഇങ്ങനെ ഒരു പതനം കൊടുക്കണം എന്ന് തന്നെയാണ് രവികുമാറും ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഡോക്ടറുടെയും ഇന്ദുവിന്റെയും വിവാഹം അത്യാർഭാടത്തോടു കൂടി തന്നെ അവിടെ നിന്ന് നടക്കുകയാണ് കേട്ടോ. സത്യന് തെല്ലും വിഷമമൊന്നുമില്ല. പക്ഷെ സത്യന്റെ വിവാഹം എങ്ങനെയെങ്കിലും നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് അവരവിടെ ഇരിക്കുന്നത്. സുശീലയുടെ ചെറിയമ്മയോ കൊച്ചമ്മയോ ഒക്കെ ഉണ്ടല്ലോ, ആ പെണ്ണുമ്പിള്ള, അവരും കൂടി എന്താ പറയാ പരിഭവിച്ചതുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടോ. നാണക്കേട് സഹിച്ചു വയ്യാതെ ഇനി ആരെയും ഫേസ് ചെയ്യാനാവാതെ അവർ പോവുകയാണ്. ആ സമയത്താണ് പ്രതിഭയെ കൊണ്ട് സത്യനെ വിവാഹം കഴിപ്പിക്കാന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുന്നതും മിക്കവാറും സത്യൻ പ്രതിഭയുടെ കഴുത്തിൽ അവിടെ വെച്ച് താലി ചാർത്തുകയും ചെയ്യും. കോടീശ്വരിയായ സച്ചി സാറിന്റെ മകള് തൻ്റെ വീട്ടിലേക്ക് സത്യന്റെ ഭാര്യയായി തൻ്റെ മരുമകളായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സുശീലയ്ക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് സത്യന്റെ കൂടെ പ്രതിഭ വീട്ടിലേക്ക് കയറി വരുന്നത്. അതോടുകൂടി നമ്മുടെ സുശീല പ്രതിഭയോട് പോരെടുക്കാൻ തുടങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിന്റെ എല്ലാം പിറകിൽ പ്രതിഭയുടെ അച്ഛനും രവികുമാറുമാണെന്നുള്ള സത്യവും നമ്മുടെ സുശീല വൈകാതെ തിരിച്ചറിയുന്നതാണ്. എന്തായാലും വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.